ഇങ്ങൊന്നേ, ഈ കോളേജിൽ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കുന്ന ഒരു സാറുണ്ടല്ലോ, ആ സാറിന്റെ വീട് എവിടെയാ? ഏത് സ്കൂളിലെ സാറിന് അറിയാമോ? ഹോ, അയാൾ സാറാണോ കുട്ടിയാണെന്ന് എനിക്കറിയില്ല. അയാൾ എവിടെയാണ് താമസം എന്നറിയോ? അയ്യോ എനിക്കറിയില്ലല്ലോ. ആ ബാലപ്പേട്ടാ, ഒന്നിങ്ങി വന്നേ. ആരുടെ വീട് അന്വേഷിക്കുന്നു. എന്താടേ? ഏതോ മാഷിന്റെ വീടാണെന്ന് തോന്നുന്നേ. മാഷാ? ആര്? ഇവിടെ പുതിയതായിട്ട് താമസിക്കുന്ന ഒരു സാറല്ലേ? എന്താ കാര്യം? അടിച്ചു സാർ. അടിച്ചാ? ആരാ അവനെ അടിച്ച? അല്ല, ലോട്ടറി അടിച്ചു. ആർക്ക്? കൃത്യമായിട്ട് അറിയില്ല. ആൾ ഈ കോളേജിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളാണെന്ന് എനിക്കറിയാം. വെളുത്ത് ഇത്തിരി പൊക്കമൊക്കെ ഉള്ള. അതെ അതെ അതെ, ആ താടിയൊക്കെ വെച്ചിട്ട്. അയ്യോ, അശോക് കുമാർ സാറിന്റെ ബായിക്കൂറി അടിച്ച്. അശോക് സാറിന്റെ ബായിക്കൂറി ഓ, ഒന്നാം സമ്മാനം 70 ലക്ഷം രൂപയും ഒരു ലാൻസർ കാർ. ദൈവമേ, നീ ഇത് വലിയ പബ്ലിസിറ്റി ആക്കണ്ട കേട്ടോ. സൈക്കിൾ വിട്, സൈക്കിൾ വിട്. ചവിട്ടറ വിട്, വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. വേഗം പോട്ട്, വേഗം വിട്. പിന്നെ വനിതാ ക്ലബിലെ മീറ്റിംഗിൽ രേണുയെ കുറിച്ച് പറഞ്ഞത് എന്തായാലും നന്നായി. അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അവരുടെ മോൻ കെട്ടി കഴിഞ്ഞാൽ ഈ നാരങ്ങ ഉണ്ടല്ലോ ചേച്ചി, അതിങ്ങനെ പിടിഞ്ഞ് കണക്കിരിക്കും. ഇതാണ് ഇത് വീടല്ല. ഈ മഹാസന്തോഷം ആദ്യം അറിയേണ്ടുന്ന ആളുകളാണ് ആ വരുന്നത്. നീ ഇവിടെ നിന്നെ ദാ വരുന്നത്. ചുമ്മാ ഇങ്ങനെ നടക്കാന്നല്ലാതെ പൈസ കിട്ടൂല. ഒരു സന്തോഷ വാർത്ത ഉണ്ടേ. സന്തോഷ വാർത്ത? എന്താ കാര്യം? കോളനി പ്രസിഡന്റിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഈ സന്തോഷ വാർത്ത ആദ്യം നിങ്ങളോടാണ് പറയേണ്ടത്. എന്താ കാര്യം? നമ്മുടെ അശോക് കുമാർ സാറല്ലേ, അദ്ദേഹത്തിന് ജയ് ഭാഗ്യദേവതയുടെ 75 ലക്ഷവും ലാൻസർ കാറും ഭാഗ്യക്കുറി അടിച്ചിരിക്കുന്നു. ഈശ്വരനിപ്പം അയാളുടെ കൂടാണ്. പിന്നെ AKCPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബാലപ്പനും. അയ്യടാ, നിനക്ക് അശോക് കുമാർ സാറിന്റെ വലിയ പുജ്ഞായിരുന്നല്ലേ? ആര് പുച്ഛിച്ച്? നീ പുച്ഛിച്ച്. ജീവിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനേ പ്രകാശ് കുമാർ സാറേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് ലോട്ടറി അടിച്ച അയാൾക്ക് കൊള്ളാം. നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഈ സന്തോഷ വർത്താനം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഭാഗ്യവാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചെന്നിട്ട് വേണം ഇത് പറയാൻ. 75 ലക്ഷവും ലാൻസർ കാർ. അതെന്തോന്ന് സർക്കാർ? സർക്കാരല്ല, ലാൻസർ കാർ. ലാൻസർ കാർ നമ്മൾ കണ്ടിട്ടില്ല. മണിയാ, അശോകന് ലോട്ടറി അടിച്ചത് സത്യമാണോടാ? ആ ബാലപ്പന്റെ ആക്രാന്തവും പരവേശവും കണ്ടിട്ട് അടിച്ച കോളാണ് ചേച്ചി. എന്താ ചേച്ചി? ഒരു തളർച്ച പോലെ. ചേച്ചി സമചിത്തത കൈവിടരുത്. ഈ ലോട്ടറി അടിച്ചവരുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ദുരിതപൂർണമാണ്. ആ കാശ് കൊണ്ടൊന്നും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂല. എന്നാലും 70 ലക്ഷവും ലാൻസർ കാറും എന്നൊക്കെ പറയുമ്പോ ദാണ്ട ചേച്ചി ആകെ ഷോക്കേറ്റതുപോലെ ആയല്ല. ഇനിയിപ്പോ നടക്കണ്ട, ഞാനൊരു ഓട്ടോ പിടിക്കാം. വേണ്ട, ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കൊന്നും വേണ്ട. അവനാ കാശ് ഉതവാതെ പോണേ ഈശ്വരോ. ആ മായ ഇന്നു മുതൽ രക്ഷാധിപതിയുടെ ഭാര്യയാ. അതോർക്കുമ്പോ ചേച്ചി ഓരോന്ന് പറഞ്ഞ് എന്റെ മനസമാധാനം കൂടെ കളയല്ലേ. ഇന്നലെ ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടി ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. എടുത്തിരുന്നെങ്കിൽ ബമ്പർ സമ്മാനം അടിച്ചനെ. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഒന്ന് ഈ ലോട്ടറി നിരോധിക്കണം, അല്ലെങ്കിൽ അയൽവക്കക്കാരൻ അടിക്കരുത്. ബാക്കിയുള്ള എന്റെ മനസ്സമാനം കൂടെ കെടുത്താൻ. നിറം കണ്ടിട്ട് കടുപ്പം അല്പം കൂടിയോന്നൊരു സംശയം. അത് സാരമില്ല. എന്തോന്ന് സാരമില്ലാന്ന്? ഡേയ്, എനിക്ക് ചായ ഇല്ലേ? ചായ ഇട്ടത് അടക്കളയിലുണ്ട്, ആവശ്യത്തിനെടുത്ത് കുടിക്കാം. എനിക്കെടുത്ത് കൈ തരാനൊന്നും പറ്റില്ല. ഓഹോ, നിന്നെ ഇവിടെ പിന്നെ ശമ്പളം എന്തോ നിർത്തിയിരിക്കുന്ന എന്തിനാ? എന്തോ ശമ്പളോ? ആർക്ക്? എടാ അശോക, ദൈവത്തിന് നിരക്കാത്ത പറയല്ല മോനെ. ശമ്പള ഇനത്തിന് എനിക്ക് തരാനുള്ള കാശിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അശോകനെ ഞാൻ ജപ്തി ചെയ്യേണ്ട കാലം കഴിഞ്ഞ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാ എനിക്കും കൊള്ളാം, നിനക്കും കൊള്ളാം. രാവിലെ ഒരു ഗ്ലാസ് ചായ ചോദിച്ചവനാണോടെ നീ ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നത്? സ്നേഹത്തിലും നയത്തിലും മനോഹരന്റെ കൂടെ നിന്ന എല്ലാവർക്കും കൊള്ളാം. എന്നോട് ആജ്ഞാപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? നിർത്ത്. അശോക് സാറേ, ബാലപ്പൻ ലോട്ടറി കച്ചവടം തുടങ്ങിയ. അശോക് സാറേ, നേതാവേ, ധീരതയോട് നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ, ഞങ്ങളെല്ലാം പിന്നാലെ, AKCP പിന്നാലെ. അശോക് സാറേ, നേതാവേ, ധീരതയോട് നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. ഞാൻ നീ ആ കാലം പിടി, ഞാൻ ഈ കാലം സാറേ, എനിക്ക് ആഹ്ലാദം അടക്കണം. എനിക്ക് ഈ സന്തോഷം കൊണ്ട് സാറിന് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവനോട് പിടിച്ച് പൊക്കാൻ പറഞ്ഞത്. കാലി പിടിക്കാതെ കാര്യം പറ.
സാർ എന്റെ നിന്ന് വാങ്ങിച്ച ലോട്ടറി ഇല്ലേ? അതിന്റെ കാശം തന്നാണല്ലോ. അയ്യോ അതല്ല സാറേ, പിന്നെ അതിനാ സാറേ 1ാം സമ്മാനം. എനിക്ക് ലോട്ടറി അടിച്ചു. എന്തുവാണ് കേൾക്കുന്നത്? അയ്യോ സാറ്, എന്റെ സാറേ ലക്ഷം 1ഉം 2ഉം അല്ല, 70 ലക്ഷവും ലാൻസർ കാറുമാണ്. അതെ ഇരുന്ന് ഞാൻ 4 ചായ എടുത്തിട്ട് നിക്ക് വരാം. നിക്ക് നിക്ക്. ഒരു മിനിറ്റ്, ഇങ്ങ് വന്നേ. നീ ഇനി ചായ ഇട്ടും വണ്ടി ഓടിച്ചും ഇവിടെ നിന്ന് വെറുതെ ലൈഫ് വേസ്റ്റ് ആക്കണ്ട, കേട്ടോടാ റാം മനോഹര. ആ, ആ. ചായ തൽക്കാലം നമുക്ക് വല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും കഴിക്കാം. ശ്ശോ, എനിക്ക് വയ്യ. അതൊക്കെ കഴിക്കാം. സാർ ആദ്യം ലോട്ടറി ടിക്കറ്റിംഗ് ഇടും, നമുക്കത് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ട് കൊടുക്കാന്ന്. ഹാ, ബാങ്കിൽ ഏൽപ്പിച്ച ടാക്സും മറ്റും കിഴിച്ച് ഒരു 3-4 ലക്ഷം രൂപ പോയി കിട്ടും. അതേസമയം വലിയ മുതലാളിമാരെ ഏൽപ്പിച്ച റെഡി ക്യാഷ് കൈ കിട്ടും. അഭിപ്രായം ചോദിച്ചില്ലല്ലോ ഡ്രൈവറെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടെ മാറിക്ക്, കീപ് ഡിസ്റ്റൻസ്. സാറേ ആ ടിക്കറ്റ് എവിടെ സാറേ? ഓ, ടിക്കറ്റ് ഉണ്ടെങ്കിലേ ക്യാഷ് കിട്ടുള്ളല്ലേ? ആ ഫസ്റ്റ് കൊള്ളാം. അപ്പൊ പിന്നെ ഈ ടിക്കറ്റ് ഞാൻ ഇവിടെ വെച്ചു. ഇതിപ്പോ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എവിടെ കൊണ്ട് കളഞ്ഞാണു. അല്ല പിന്നെ ടിക്കറ്റ് ഞാൻ എവിടെ വെച്ചത്? എനിക്കെങ്ങനെ അറിയാം? എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സൂക്ഷിച്ചു വെച്ചെന്നെ. എന്റെ 70 ലക്ഷവും ലാൻസർ കാറും ഉണ്ട്. സാറേ എവിടെയെങ്കിലും നോക്കൊണ്ടോന്ന് വാടേ, നമുക്ക് എല്ലാം കൂടെ അടിച്ചു പറക്കാം. ഇനി ഇവിടെ കാണോ? ഇയാളത്തിന് എന്നെ തപ്പുന്ന? അവിടെ ഇല്ല. സമാധാനത്തിൽ നോക്ക് സാറേ. പോയ കുടത്തിലും നോക്കണമെന്നാണല്ലോ. അതിന് പൈപ്പ് ഉറക്കുന്നതിന് അത് വെള്ളം ഉണ്ടോ നോക്കിയതാ. എടാ അശോകൻ, നീ ആ മായനെ വിളിച്ചു നോക്ക്. എടാ അതിന് ടിക്കറ്റ് എടുത്ത ഒരു അവർക്ക് അറിയില്ലെന്ന്. നീ അവിടെ മാറിക്കേ, ഞാൻ നോക്കാം. ഓഹോ, സാറിന് ഭ്രാന്തായെന്നു. കുന്തം പോയ കുടത്തിലും തപ്പണം. അവളെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ അശോക, ആനന്ദ മുതലാളി വീട്ടിലോട് സകല ഫോണും ഡിസ്കണക്ട് ചെയ്തിരിക്കാം. ഓഹോ, ഈ ക്യാഷ് ഒന്ന് കൈ കിട്ടിയിട്ട് വേണം ആ കുടുംബവുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഡിസ്കണക്ട് ചെയ്യാൻ. ഡിസ്കണക്ട് ആണെങ്കിലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ലക്കൗട്ടേക്ക് കിട്ടും. എടാ പൊട്ട, ഈ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കുക. ഇതും ഡിസ്കണക്ട് ആ വെറുതെ അല്ല കിട്ടാത്തത്. ഇതിനകത്തങ്ങ് ഒന്നും ഇല്ലേ? ടി വി വെച്ച് നോക്കാം. നീ എന്തിനീ ടി വി ഫ്ലാഷ് ന്യൂസ് കാണിച്ചാലാ? ഓഫ് ചെയ്യണം മൊട്ടെ. അശോക, ലോട്ടറി കിട്ടിയാ? എവിടെ കിട്ടാൻ? പിന്നെ എന്തിനാണ് മാക്കാനാണ് കൂവുന്നത്? എടാ രാവിലെ ഡോബി ഒന്ന് മുഷിനെ തുണി എടുത്തുകൊണ്ട് പോയില്ലേ? ആ ടിക്കറ്റ് ഇപ്പൊ നശിപ്പിച്ചോ. അയ്യോ, ഡോബിയുടെ വീട് അറിയാവോ? ഇല്ല. ഡോബി അറിയാവോ? ഇല്ല. ഇനി തുണി ആരും കൊണ്ടുപോയി? ഡോബി. അപ്പൊ തുണിയും പോയാ? തുണിയും പോയി. ഇനിയിപ്പോ സംസാരിച്ചു കാര്യമില്ല, നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. വാ വാ വാ. സാറ് ടെൻഷൻ അടിക്കണ്ട, ടിക്കറ്റ് ഏതെങ്കിലും ഷർട്ടിന്റെ പോക്കറ്റിൽ കാണും. കൊഴിഞ്ഞാമ്പാറ ദേവിക്ക് ഒരു സ്വർണ്ണ കിരീടം അങ്ങ് നേർന്നാ മതി, ടിക്കറ്റ് ഈ കിട്ടും. സ്വർണ്ണ കിരീടത്തിന് എത്ര രൂപ? 1 ലക്ഷം. 1 ലക്ഷവും? 70 ലക്ഷം നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ, പിന്നാണ് 1 ലക്ഷം രൂപ ചെലവാക്കാൻ പാട്. മനോഹരം പറഞ്ഞ പോലെ ടിക്കറ്റ് സർക്കാരിനെ ഏൽപ്പിക്കണ്ട. എനിക്ക് പരിചയമുള്ള ഒരുപാട് മുതലാളിമാര് സിറ്റിയിലുണ്ട്, അവരെ കൊടുത്ത റെഡി ക്യാഷിങ് തരും. ഉറപ്പല്ലേ? ആ പിന്നെന്ത്. ആ ഡോബിയുടെ ഫോൺ നമ്പർ അഡ്രസ് വാങ്ങിച്ചു വെക്കേണ്ടതായിരുന്നു. എന്തായാലും ലോട്ടറി ടിക്കറ്റ് സോപ്പ് കൊടുത്ത് അരിഞ്ഞില്ലാതായി കാണുന്നുള്ള ഉറപ്പാ. കരുതാക്ക വളച്ചൊന്നും പറയാടാ. എടോ, ഈ സാറിന് തന്നെയാണ് 1ാം സമ്മാനം അടിച്ചേ. അതേ എനിക്ക് മാറിപ്പോയതാണ്. ഇനി ഈ കാര്യത്തിൽ എനിക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വീട് തിരക്കി വരുമോ? ആ കള നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കി. നിങ്ങളാട്ടെ വേഗം പോ. ഡോബി എന്ന് പറഞ്ഞ ഡോങ്കി അവിടെ കണ്ടാ മതിയായിരുന്നു. ഞങ്ങളെ 3 പേരെ കൂടി ഇരുത്തി നിനക്ക് ചവിട്ടാൻ പറ്റൂടെ? പറ്റില്ല. പറ്റത്തില്ലേ? എല്ലാരും എന്തെത്ര സ്പീഡിൽ ലോട്ടറിയുടെ കാശ് വാങ്ങാൻ ആ, പോയായിരിക്കും. അതെ, ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ സമയം. അശോക് സാർ വരണം. സത്യം പറഞ്ഞ ഒരു ലോട്ടറി അടിച്ചെങ്കിലും അശോക സാറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെന്തായാലും ഫലിച്ചു. ഞങ്ങള് ലോട്ടറി ടിക്കറ്റ് തപ്പി ഇറങ്ങിയതാ. ഇവനെ അടിച്ച ലോട്ടറി ടിക്കറ്റ് കളഞ്ഞു. കളഞ്ഞോ? അതെന്തായാലും ഭാഗ്യമാണ്. അതല്ല, കളഞ്ഞു പോയ ലോട്ടറി ടിക്കറ്റ് തേടുന്നത് എന്തായാലും മൂടമതി. നീ നിന്റെ പണി നോക്കണം. എന്തായാലും റോഡിൽ എങ്ങാനും വീഴുന്നില്ലെങ്കിൽ അത് ഭസ്മം ധൂളിയായി പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ നിന്റെ പാട് നോക്ക്. സാറ് വരണം. ഇനി നോക്കണ്ട, കിട്ടൂല. എന്താ സാർ പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ല. ഇവനല്ലേ ഡോബി?
സാറിന്റെ വീട്ടിൽ ഒരു വർഷമായി തുണിയൊക്കെ ആ, കിട്ടി, കിട്ടി. ഓ, കിട്ടി. ലോട്ടറി കിട്ടി. PF ഉണ്ട്. PF 8 8 അയ്യോ ഉണ്ട്. 7 7 വയ്യ. 5 5 അതുകൊണ്ടപ്പാ 2 2 ഒരു മിനിറ്റ് ഞാൻ ശ്വാസം വിട്ടോട്ടെ. 0 അത് ഓ, ഉണ്ട്. 0 ഉണ്ട് അത്. 1 അയ്യോ, 1 അടിച്ചോ സാർ. അത് അയ്യോ അടിച്ചു, 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 പെട്ടെന്ന് കൊണ്ട് വാടേ. ഓ കാല് പൊക്കണോ? ഞാൻ പിടിക്കാം. വൈ, വൈ, വൈ. വെച്ചോ. അതെ, ഏ? ഈ ലോട്ടറി അടിച്ചതിന്റെ ചെലവ് ചായയിൽ ഒതുക്കി കളയരുത്. ഈ കോളനിക്കാർക്ക് മുഴുവൻ എന്റെ വക ഒരു ഉഗ്രൻ പാർട്ടി ഉണ്ട്. ചായ എടുത്ത് പറഞ്ഞേ. ആ, ടീ എടു. എനിക്കൊരു ചായതാ. നിനക്കെടുത്തൂടെ? നിനക്കെത്തൂലേ? എനിക്കെത്തൂല. കണ്ടോ, എത്തത്തില്ല. എന്ത് മൊട. ഛേ, വന്ന് വന്ന് നിനക്കൊരു ചായ ഇടാൻ പോലും അറിഞ്ഞൂടല്ലോ. ഇങ്ങനെയാണ് എനിക്ക് ഇതിനെ മാറ്റേണ്ടി വരും. യവനെ ഉടനെ മാറ്റണം കേട്ടാ. എന്ത് ചെറിയത്. അശോക് സാറിന്റെ ടേസ്റ്റും അടേസ്റ്റും മലയാളത്തിൽ രുചിയും അരുചിയും അറിയാവുന്ന ഒരാളെ വേണം അശോക് സാർ വെക്കാൻ. ഞാൻ നല്ല ചായ ഉണ്ടാക്കി തരാം സാർ. ഉണ്ടാക്കണം. ഓ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒരു 2-3 പേര് കൂടി കൂടുതലുണ്ടാവും. ആയിക്കോട്ടെ. വല്ല മട്ടണോ ചിക്കനോ ഒക്കെ വാങ്ങിച്ച് നന്നായിട്ട് കറി വെക്കണം. ഓ യവൻ അടുക്കള ജോലി വല്ലതും വശമുണ്ടോ? കൊള്ളാം. ചെറുപ്പത്തിലെ അമ്മാവന്റെ വീട്ടിൽ അടുക്കള പണിക്ക് വന്നവനവൻ. പിന്നെ ഒരു ചായക്കടയിൽ നിന്നിരുന്നു. അവിടെ നിന്ന് എച്ചിലൊക്കെ തിന്ന് വളർന്ന് ഡ്രൈവർ വരെ എത്തി. അശോക് സാറ് പറഞ്ഞത് അവന് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടാ. ആണോടെ? ഞാൻ പറഞ്ഞത് നിനക്ക് ഏ ഇഷ്ടപ്പെട്ടില്ല? അങ്ങനൊന്നുമില്ല. സാറിന് എന്നെ എന്തുവേണേലും പറയാം. ചീത്ത വിളിക്കാം, അടിക്കാം. എനിക്കൊരു പരാതിയില്ല. എന്തുവേണേലും പറഞ്ഞോ. സാറിനെ നമ്പി നിന്ന നിനക്ക് കൊള്ളാം. എന്നോട് മുട കാണിക്കാതിരുന്ന നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ടാക്സി മേടിച്ചു തരും, ജീവിക്കാൻ വേണ്ടി. സെക്കൻഡ് ഹാൻഡ് വല്ലതും എടുത്തു കൊടുത്താൽ മതി. സാറിന്റെ വീട്ടുകാരെല്ലാരും അറിയിച്ചായിരുന്നോ? ഓ, അതെല്ലാം അറിയിച്ചു. അപ്പൊ ഉച്ചക്ക് എത്ര പേരുണ്ടാകും സാർ? തൽക്കാലം ഞങ്ങൾ ഒരു 5-6 പേരുണ്ടാവും. പക്ഷെ രാത്രിയിൽ ഒരു 10-25 പേരെ പ്രതീക്ഷിക്കാം. അപ്പോ 10-14 കിലോ ഇറച്ചിയെങ്കിലും വേണ്ടി വരില്ലേ? വേണ്ടി വരണമല്ലോ. കാശ് തന്നാ ഞാനിപ്പോ വാങ്ങിച്ചിട്ട് വരാം. 5000 രൂപ ഉണ്ടായിരുന്നത് ആ ലോട്ടറി ഏജന്റിന് കൊടുത്തു. ഒരു 10-50,000 രൂപ എവിടെന്നെങ്കിലും മറിക്കണം. നോ, അശോക് സാർ ഇനി കാശിന് ബ്ലേഡ് കാർഡത്തൊക്കെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാം. AKCPയുടെ ഫണ്ടിൽ ഒരു 10-35,000 രൂപ കാണും. തൽക്കാലം അതെടുത്ത് മറിക്കാം. സാർ ഒരു 50,000 രൂപയായിട്ട് എനിക്ക് മടക്കി തന്നാ മതി. എന്തിനാ 50 ആക്കുന്നത്? ഒരു 70 രൂപ ഞാൻ തരാം. അയ്യോ സാറേ, അപ്പൊ ഉച്ചക്കത്തെ കാര്യം? ഉച്ചത്തെ കാര്യം നീങ്ങി വന്നേ. എന്താ സാർ? ഈ മാല എത്ര പവൻ വരും? ഒരു 2-2.5 പവനെങ്കിലും വരും. ആഹാ, ഒരു 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 ഊരി കൊടുറ എളുപ്പം. 2.5 പവന്റെ മാലേ. എടാ, കാശ് കിട്ടിയാൽ ഉടനെ ഒരു 10 പവന്റെ മാല ഞാൻ വാങ്ങിച്ചു തരും. ഓ തൃപ്തിയായോ? തൃപ്തിയായി സാർ. ആ, എല്ലാവരുടെയും തൃപ്തി സന്തോഷമാണ് എനിക്ക് വലുത്. കാരണം ഞാൻ ഇന്ന് പ്രഭുവാണ്, ലക്ഷപ്രഭു. സാർ ഈ പ്രഭുവിൽ നിന്നും ഈശ്വരനിലേക്ക് മാറണം. എങ്ങനെ? അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ചില നുണുക്കു വിദ്യകളാണ്. സാർ ഒരു ലക്ഷപ്രഭു ആയ സ്ഥിതിക്ക് ഞാൻ അതെല്ലാം ഒന്ന് പറഞ്ഞു തരാം. അത് ദാ കയറി നിൽക്കുന്നല്ലോ. നീ ഇതുവരെ പോയില്ലേ? പോയി സാധനങ്ങൾ മേടിച്ചോണ്ടോടേ. പോടേ. 4-5 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണം, പടസഹിതം. എന്ത് പടം? പറഞ്ഞുതരാം. ഒരു പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിക്ക് സാറ് ഒരു സ്കൂൾ ബാഗ് വെച്ച് നീട്ടുന്നൊരു ചിത്രം. സ്കൂൾ ബാഗ് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പോലും ഇല്ല. ആ ചിത്രത്തിന് താഴെ ഒരടിക്കുറിപ്പ്: നിർധനരായ വിദ്യാർത്ഥികൾക്ക് ലക്ഷപ്രഭു അശോക് കുമാർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. മറ്റൊരു ദിവസത്തെ പത്രത്തിൽ കുറെ പിച്ചക്കാരോടൊപ്പം അശോക് സാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ വരുന്നു. ചുമ്മാ പോസ് ചെയ്താൽ മതി. ഇനിയിപ്പോ സാറിന് പിച്ചക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് നാടകക്കാരെ വിളിച്ച് പിച്ചക്കാരുടെ വേഷം ഇട്ട് അതിൻ്റെ ഇടയിൽ സാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു.
ഒരടിക്കുറിപ്പ്. യാചകരുടെ അന്നദാതാവ് കോടീശ്വരൻ അശോക് കുമാർ സാർ എന്നെഴുതി ഫോട്ടോ വെക്കും. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ അശോകന്റെ പഴയ കല്യാണ ഫോട്ടോ പോരെ? അതെ സാറേ, കുറച്ച് പണം ചെലവാക്കി ഇതുപോലെ കുറച്ച് പബ്ലിസിറ്റി പിടിച്ചെടുത്താൽ അടുത്ത വർഷത്തെ സാമൂഹ്യ സേവനത്തിനുള്ള സർക്കാർ അവാർഡ് അശോക സാറിന് കിട്ടും. ബാലപ്പം പറഞ്ഞത് കേട്ടിട്ട് ഒരു സുഖമുള്ള സംഗതിയാണെന്ന് ഓ, തോന്നുന്നുണ്ടോ? സംശയിക്കേ വേണ്ട. വേണ്ടി വന്നാൽ അടുത്ത കോളനി പ്രസിഡന്റായിട്ട് അശോക് കുമാർ സാറിനെ രംഗത്ത് കൊണ്ടുവരും ഈ ഞാൻ. സാർ, ഈ പ്രകാശ് കുമാർ സാറൊക്കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോണ്ടുന്ന കാലം കഴിഞ്ഞെന്ന്. ഞാനിപ്പോ എന്ത് ചെയ്യണം? നീ ഇതുവരെ പോയില്ലേ? ഞാൻ പോകാം സാർ. ഈ മാല വിൽക്കണോ അതോ പണയം വെക്കണോ? വിക്കടാ. വിക്കല്ലേ? പറഞ്ഞില്ലേ, ലോട്ടറിയുടെ പൈസ കിട്ടിയാൽ നിനക്ക് ഞാനൊരു വടമാല വാങ്ങി തരും. പടമാലേ? ഈ വടം പോലത്തെ കയറുപിരിയ മാല കേട്ടിട്ടില്ലേ? ആ മാല ഇവ ഇട്ടാണ്ടല്ല ബെസ്റ്റ് ആയിരിക്കും. വടമാല ഇടാൻ പറ്റിയ ആൾക്ക് ഒരു ലോട്ടറി കിട്ടിയ അഹങ്കാരേ നിനക്ക് പച്ചന്നടാ. എനിക്ക് ആ മൊട്ടത്തലേന്റെ അഹങ്കാരം കാണുമ്പോടാ. ഇതാര് മനോഹരൻ ചേട്ടനാ? ഇതെന്തോ സഞ്ജയ്ക്കായിട്ട് മാർക്കറ്റിലോട്ടാ? ഇന്ന് ലക്ഷപ്രഭുവിന്റെ വീട്ടില് ഉച്ചയൂണിന് 4-5 വിരുന്നുകാർ കാണും. ഏതായാലും ബാലപ്പേണ്ടന് 4-5 ആഴ്ച കഴിഞ്ഞുകൂടാനുള്ള വകയൊത്തു. എടാ, അശോകനും ഞാനും ഒരു പ്രായക്കാരാ. ആണാ? അനന്ത മുതലാളിയുടെ മോളെ പ്രേമിച്ച് കെട്ടുന്നതിന് മുമ്പ് അയാളൊരു പാരലക്കോളിലെ വാദ്യാരായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് മുറിബീഡിയും വാങ്ങി വലിച്ചു നടന്നവൻ ഇപ്പൊ എന്റെ മുതലാളി. അയ്യോ, ഇപ്പൊ ലക്ഷപ്രഭു 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നത് ഭവാൻ അവന്റെ ടൈം. അതെ അതെ, ഇന്നലെ വരെ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടിയവനാ. ബ്ലേഡാരൻ റോഡിൽ വെച്ച് കാശിന് വേണ്ടി പിടിച്ചെടുത്തപ്പോഴേ ലേഹ്യ കച്ചവടം വരെ തുടങ്ങി നോക്കി. അതെന്റെ പ്രകാശ് കുമാർ സാറിന്റെ മഹത്വം. ഒരു ചെറുപ്പക്കാരൻ ജോലിയും കൂലിയും ഇല്ലാതെ ഈ കോളനി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ സാറിന് സങ്കടമായി. അല്ല, സങ്കടം വരും. ഈ കോളനിയുടെ പ്രസിഡന്റ് ആയി പോയില്ലേ സാറ്? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇതെന്തോന്ന് രഹസ്യം പറയുന്ന കേക്കന്റെ കുറച്ചുകൂടെ ഓളയും കൂട്ടി പറ. അതല്ല, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രകാശ് കുമാർ സാറിനെ മാറ്റി പകരം അശോക് കുമാറിനെ കൊണ്ടുവരാനുള്ള പദ്ധതി ബാലപ്പൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ശരി. അയാളുടെ കാര്യമേ ആ കഷ്ടം എന്നേ പറയേണ്ടു. ലോട്ടറി അടിച്ചത് ഹതഭാഗ്യനാണെങ്കിലും അനുഭവിക്കാനുള്ള യോഗം ആ ബാലപ്പേണ്ണനാണെന്ന് തോന്നുന്നു. അവൻ പലതും പറഞ്ഞ് എരികേറ്റിയ ആ പാവത്തിനെ കുഴി ചാടിക്കും. എന്തായാലും മനോഹര ചേട്ടൻ അദ്ദേഹത്തോടൊരു കാര്യം പറയും. നിങ്ങളുടെ ബോസില്ലേ അവനാ അശോകൻ. അദ്ദേഹത്തോട് പറയണം പ്രകാശ് കുമാർ സാറിനോട് കളിക്കരുത്, കളിച്ചാൽ പ്രകാശ് കുമാർ സാർ കളി പഠിപ്പിക്കുമെന്ന്. ഞാൻ പോയി നിങ്ങൾ എന്നെ പറയണം. ഇതെന്തൊരു കുരിശ്? എല്ലാ കുരിശ് എന്റെ നെഞ്ചിലോട്ട് തന്നെ. അവിടെ ചെന്ന അവന്മാര്, ഇവിടെ വന്ന ഇവന്മാര്. ഇതെന്ത് ഞാൻ വല്ല ഏണിയാ? ഓ, ലക്ഷാധിപതി ഈ കോളനിയുടെ സർവാധിപതി ആകാൻ പോകുന്ന ചേച്ചി. ആ അശോക് കുമാറിനെ കാണാനായി 100 കണക്കിന് ആളുകളല്ലേ വീട്ടിലേക്ക് ഒഴുകുന്നത്. ഒഴുകട്ടെ, വിയർപ്പിലൂടെ ഉണ്ടാക്കാത്ത പണം ഒന്നും ശാശ്വതമല്ലെന്നാ പ്രകാശ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞതല്ലേ. നോക്കിക്കോ, കല്ലിലടിച്ച പൂക്കല പോലെ ആ പണം ചിതറി തെറിക്കും. കൂടെ കൂടിയിരിക്കുന്നതേ ബാലപ്പനാ, ബാലപ്പൻ. പിന്നെ വേറൊരു കാര്യം ചേച്ചി, പ്രകാശ് സാറിനെ അട്ടിമറിച്ച് കോളനിയുടെ പ്രസിഡന്റ് പദവി അശോക് കുമാറിനെ ഏൽപ്പിക്കാനുള്ള പരിപാടികളും അണിയറയിൽ നടക്കുന്നുണ്ട്. സ്വല്പം പുളിക്കും. അമേരിക്കയിൽ നിന്ന് വന്ന ചാക്കോച്ചനെ ആ കസരയിൽ ഇരുത്താൻ നോക്കിയതാ ബാലപ്പനും രവിചന്ദ്രനും ഒക്കെ. എന്നിട്ട് തെറിച്ചില്ല. പിന്നെയാ ഇന്നലെ വന്ന പീക്കറി ചെക്കൻ. ചേച്ചി, അശോക് കുമാർ ഇപ്പൊ ലേഹ്യം വിറ്റ് നടക്കുന്ന ആളല്ല, ലക്ഷപ്രഭു. ലക്ഷപ്രഭു എടാ മണിയാ, ലോട്ടറി അടിച്ചവരെ കുറിച്ചുള്ള ഒരു പഠനം തന്നെ നടത്തിയിട്ടുള്ള ആളാ പ്രകാശ് ചേട്ടൻ. കോടികൾ സമ്മാനം അടിച്ചവരൊക്കെ മനസമാധാനം നശിച്ച് മാനം നോക്കി നടപ്പാ. അറിയോ നിനക്ക്? അല്ല, അപ്പൊ ലോട്ടറി എടുക്കുന്ന തെറ്റാണോ ചേച്ചി? പ്രകാശ് ചേട്ടന്റെ വ്യൂ പോയിന്റിൽ ലോട്ടറി ഒരു ചൂതാട്ടവാ. ചൂതാട്ടം എവിടെ കണ്ടാലും പ്രകാശ് ചേട്ടൻ പൊക്കും. അയ്യോ, ലോട്ടറി എടുക്കുന്നവരെയും ചൂതാട്ടക്കാരെയും പ്രകാശ് ചേട്ടന് ഒരുപോലെ വെറുപ്പാ. സർക്കാർ ഈ പരിപാടി നിർത്തിവെച്ചപ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാരാ? പ്രകാശ് ചേട്ടൻ. ആണാ? പക്ഷെ ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. അത് നീ അറിയണം. പിന്നെ ചേച്ചി, സാധനങ്ങളെല്ലാം കൂടെ 130 രൂപയായി. ബാക്കി 70 രൂപ എവിടെ? 30 രൂപയുടെ അതിന്റെ കൂടെ ഇട്ട് ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത്. പിന്നെ 1ാം സമ്മാനം 1 കോടി രൂപ ഒരു ബസ്സുമാണ്. നോക്കിയാണ്. അത് കൊള്ളാലോ. 1 കോടി രൂപ അടിച്ചു കഴിഞ്ഞാ
ഒരു 80 കിട്ടുമല്ലേ? കിട്ടും. പിന്നെ ചേച്ചി അടിച്ചു കഴിഞ്ഞാ 50-50 ആയിട്ട് ഷെയർ ചെയ്യണം. അതെന്തിന്? അല്ല 30 രൂപ എന്റെ അല്ലേ? അപ്പൊ കിട്ടുന്നതിന്റെ 30% നിനക്ക്. അല്ല അത് പറ്റൂല, പകുതി എനിക്ക് കിട്ടണം. അതെങ്ങനെയാടാ? 100 രൂപ ടിക്കറ്റിൽ 30 രൂപയല്ലേ നിന്റേതായിട്ടുള്ളൂ? അല്ല പക്ഷെ ലോട്ടറി എടുത്ത ഞാനാണല്ലോ, എന്റെ ഭാഗ്യത്തിനാണ് വില. വേണ്ട വേണ്ട വേണ്ട, നിന്റെ 30 രൂപ അങ്ങ് തന്നേക്കാം, പ്രശ്നം തീരുമല്ലോ. അല്ല അതല്ല, 30 തന്നാ പിന്നെ ഞാനല്ലേ എടുത്തത്. എന്റെ ഭാഗ്യത്തിനൂടെ ഒരു വിലയില്ലേ? ചേടാ, ലോട്ടറി ഒരു ചൂതാട്ടമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന നിയമപാലകന്റെ ഭാര്യയുടെ ആക്രാന്തം കണ്ടില്ലേ?